നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നിലമ്പൂർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ തോന്നിയത് അഹങ്കാരവും ആത്മവിശ്വാസവും കൂടിയവർക്ക് തോൽവിയും ഐക്യമായി ഒന്നിച്ച് പ്രവർത്തിച്ചവർക്ക് ഹാർഡ് വർക്ക് ചെയ്തവർക്ക് വിജയവും. അതാണ് എനിക്ക് തോന്നിയത്. എം സ്വരാജ് തുടരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്ററുകൾ കണ്ടിരുന്നു. അതായത് എം സ്വരാജാണ് LDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ തുടരും, അതായത് വിജയിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. അതായത് അത്രയും അഹങ്കാരം കൂടിയ ഒരു ആത്മവിശ്വാസമായിരുന്നു അവർക്ക്. അതിനു മുമ്പ് കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ അതാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അൻവർ, അതായത് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയുള്ള ഇതെല്ലാം താനാണെന്നൊരു വിശ്വാസമുള്ളൊരു വ്യക്തി, അതായത് 9 കൊല്ലം നിലമ്പൂരിൻ്റെ MLA ആയിരുന്ന PV അൻവർ പറഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല, ഞാൻ പറയുന്ന ആളെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നീട് എൻ്റെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറയുകയും പിന്നീട് ഇലക്ഷനിൽ നിൽക്കുകയും വിവരങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടീശ്വരനാണെന്ന് അറിയുകയും നമ്മൾ ചെയ്തു. അപ്പോൾ അൻവറിനാണെങ്കിൽ താൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നൊരു ചിന്ത, തൻ്റെ കൂടെയാണ് ഈ ലോകം മൊത്തം എന്നുള്ള ചിന്തയായിരുന്നു PV അൻവറിന്. അതായത് അൻവറിനാണ് എവിടെ നിന്നാലും ജയിക്കുമെന്നുള്ള ഒരു അഹങ്കാരം. കോൺഗ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയാക്കണമെന്നെല്ലാം ഒരു ഡയലോഗുകളെല്ലാം. അവസാനം പെട്ടി തുറന്നപ്പോൾ എന്താ, അൻവർ പൊട്ടി. എന്നാൽ അൻവർ പൊട്ടി കഴിഞ്ഞപ്പോൾ പറയുന്നതോ എനിക്ക് MLA-യുമാകണ്ട മന്ത്രിയുമാകണ്ട. അതിനെ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ ട്രോളി ഉണ്ടായിരുന്നു. തോറ്റു കഴിഞ്ഞാൽ MLA-യും മന്ത്രിയും ആകാൻ പറ്റില്ല മിസ്റ്റർ അൻവർ എന്ന് പറഞ്ഞു. അതായത് അൻവറിൻ്റെ അഹങ്കാരമാണ് PV അൻവർ തോൽക്കാനുള്ള കാരണം. എം സ്വരാജിൻ്റെ ജയിച്ചു എന്നുള്ള ഒരു താനാണ് ഇവിടുത്തെ ജയിച്ച ഒരു അടുത്ത MLA എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു എം സ്വരാജിന്. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ മറ്റു സൈഡിൽ അവരെന്ത് ചെയ്തു, വീടുകളെല്ലാം ചാണ്ടിയമ്മനും സംഘവും അങ്ങനെ കോൺഗ്രസ്സിലെ യൂത്തന്മാരെല്ലാവരും കൂടി ഐക്യത്തോടെ ഐക്യജനാധിപത്യ മുന്നണി, അതായത് അവരുടെ പാർട്ടിയുടെ പേരുമായി സാമ്യത്തോടു കൂടി അവർ ഒന്നിച്ചു ചേർന്ന് അവർ പ്രവർത്തിച്ചു, അവർ വിജയിച്ചു. ഇവിടെ സംഭവിച്ചത് എന്താണ്? അഹങ്കാരത്തിന് ആത്മവിശ്വാസവും അമിതമായ ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് ഉള്ളവർ തോൽക്കുകയും ഹാർഡ് വർക്ക് ചെയ്തവർ വിജയിക്കുകയും ചെയ്തു. ഇന്ന് നമ്മളൊരു പാഠം പഠിക്കണം. ഒരിക്കലും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവരുത്, നമ്മൾ ജയിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടാവരുത്. നേരെ മറിച്ച് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതാണ് ഈ നിലമ്പൂർ ഇലക്ഷനിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് നൽകേണ്ട സന്ദേശം. ചുരുങ്ങിയ ഒരു 9-10 മാസത്തേക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഈ ഇലക്ഷൻ. ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ലെസൺ എല്ലാവരും എടുത്ത് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. ഇതെല്ലാവർക്കും ഒരു നല്ലൊരു ഗുണപാഠമാണ്. ആത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് നിങ്ങളെ ഒന്നിലേക്കും എത്തിക്കുന്നില്ല, മറിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.